അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ? അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്നൊരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മറക്കൂ. ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. മുന്നോട്ടും ചിന്തിക്കേണ്ട, പ്രസൻറ്റിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അതൊരു എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പം നാളെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ലെന്ന്. പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം. എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23rd ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5-ൽ കൂടുതൽ, 7-8 പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത്, ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. എന്താ എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് അറിയണം അല്ലേ? നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ? ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുന്നത്, ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും, എന്താണ് ഒന്നുകൂടെ പറയുമെന്ന്, കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. കാര്യം അത് സത്യമാണോ എന്ന്. കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക്. അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു ബഹുമതിയാണ്. ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഉള്ളൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആരും എന്തോ ചോദിച്ചു? അങ്ങനെ പരിമിതികളൊന്നും ഇല്ലല്ലോ. സിനിമയ്ക്ക് ഒരുപാട് ഓപ്പണിംഗ് ആണല്ലോ ഇപ്പം. ടെക്നോളജി മാറി, പഴയ സിനിമ പോലെ അല്ലല്ലോ ഇപ്പം. മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള, ഇപ്പോൾ ഒരു സിനിമ വേണമെങ്കിൽ ഒരു 200 ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ്. അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു. അപ്പം മലയാള സിനിമ, തമിഴ് സിനിമ എന്നില്ല, സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി. അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല. പക്ഷേ നമ്മുടെ കോണ്ടൻറ്റ് വൈസൊക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഇൻഡസ്ട്രി ആയിട്ടിപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത്. അതിൻ്റേതായ ഒരു വശമുണ്ട്.
ഇപ്പം ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചോദിച്ചാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഒരു 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത തോട്ട് വന്നാൽ ഞാനത് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.